ഹായ്, അപ്പോൾ എൻ്റെ പേര് ടോണി. ഞാനൊരു രജിസ്റ്റേർഡ് റേഡിയോഗ്രാഫറാണ്. ഞാൻ ഡി എച്ച് എയുടെ അണ്ടറിൽ രജിസ്ട്രേഷൻ കിട്ടി. ഞാൻ കറൻ്റ് ഒരു ജോബ് സീക്കിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ചൂസിങ് എ റൈറ്റ് ഏജൻസി. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്, ഏത് ഏജൻസി ചൂസ് ചെയ്യും, എങ്ങനെയുള്ള ഏജൻസി ചൂസ് ചെയ്യും. അപ്പോൾ ഞാൻ കൂടുതലും എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ, കൂടുതൽ ടെസ്റ്റിമോണി ലൈക്ക് നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അവരുടെ ടെസ്റ്റിമോണി കാണും. എത്ര ആൾക്കാർ പാസ് ഔട്ട് ആവുന്നുണ്ട്, എത്ര രൂപയുടെ കോഴ്സ് അവിടെ സക്സസ് റേറ്റ് ഉണ്ട്. അപ്പം 2026 ക്വസ്റ്റ്യൻ പാറ്റേൺസ് വളരെയധികം ചേഞ്ച് ചെയ്തു. നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ല ഇപ്പോൾ വന്നേക്കുന്നത്. കൂടുതലും ക്വസ്റ്റ്യൻസ് ഇപ്പോൾ സിനാരിയോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നത്. എനിക്ക് വന്ന അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കൂടുതലും ഇമേജസും കാര്യങ്ങളും അത് ഞാൻ ഒരു വേറെ വീഡിയോയിൽ നിങ്ങൾക്ക് അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ചോദിക്കുന്നത് ഞങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ആദ്യമേ നിങ്ങൾക്ക് ഏത് ഏജൻസി ചൂസ് ചെയ്യുകയാണെങ്കിലും അവരുടെ ട്രയൽ വീഡിയോസ് കാണും. അപ്പോൾ അവർ നിങ്ങൾക്ക് ട്രയൽ വീഡിയോസ്, ഞാൻ ചൂസ് ചെയ്ത ഏജൻസി അവർ ഇങ്ങനെ ട്രയൽ വീഡിയോസ് അയച്ചു തരും. അപ്പോൾ ഓരോ ഒരു 3-4 ഏജൻസിയും കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവരുടെ ട്രയൽ വീഡിയോ അയച്ചു തന്നു. അപ്പോൾ അവരുടെ ട്രയൽ വീഡിയോസിനകത്ത് അവരുടെ ക്ലാസ്സസിൻ്റെ ഒരു ഡെമോ വീഡിയോസ് കാണും. നിങ്ങൾക്ക് കൂടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് തുടങ്ങാം. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ഓൾമോസ്റ്റ് എല്ലാ ഏജൻസിയും ഒരു 16,000 ഒക്കെ റേറ്റ് ആയിരിക്കും ഫുൾ അവരുടെ ഒരു പാക്കേജിന്. ഇപ്പോൾ 3 മന്ത് പാക്കേജിന് 16,000 അറൗണ്ട് കോസ്റ്റ് ആകും. അപ്പോൾ എനിക്ക് അത്രയും പൈസയാണ്, എമൗണ്ടാണ് ആയത്. അപ്പം ഫസ്റ്റ് ഞാൻ 8,000 പേയ്മെൻറ്റ് ചെയ്തു. നിങ്ങൾക്കിപ്പം 16,000 ഒരുമിച്ച് കൊടുക്കാനെങ്കിൽ 8,000 ഹാഫ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഹാഫ് എനിക്ക് 8,000 കൊടുക്കുകയാണെങ്കിൽ 1 മന്ത് നിങ്ങൾക്ക് ആക്സസ് കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ബാക്കി ചെയ്താൽ മതി. അപ്പോൾ അതാണ് മെയിൻ കാര്യം. അപ്പോൾ നമുക്ക് കൂടുതലും ഈ പാക്കേജിൽ നിങ്ങൾക്ക് ഒരു പ്രീമിയം ക്വസ്റ്റ്യൻസ്, പിന്നെ ഓൺലൈൻ ഇത് കാണും. ചില ഏജൻസികൾ അവർ സ്വന്തമായിട്ട് ഡിസ്കഷൻ ക്ലാസ്സസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ചോയ്സാണ്, ഏജൻസി നിങ്ങൾക്ക് ചൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ട്രസ്റ്റഡ് തോന്നുന്നത്. പിന്നെ ചില ഏജൻസികൾ ക്ലാസ്സസും ഡേറ്റ ഫ്ലോ, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഏജൻസി എനിക്കൊന്ന് ഡേറ്റ ഫ്ലോ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ കോസ്റ്റ് വരുന്നത് 16,000 അറൗണ്ട് ഇതിന് വരും, ക്ലാസ്സസിന് വേണ്ടി വരും. പിന്നെ നെക്സ്റ്റ് വരേണ്ട എക്സ്പെൻസ് ആണ് ഡേറ്റ ഫ്ലോ. ഡേറ്റ ഫ്ലോ നിങ്ങൾക്ക് ഡി എച്ച് ഐക്ക് ചെയ്യുമ്പം ഒന്നെങ്കിൽ എക്സാം കഴിഞ്ഞിട്ടും ചെയ്യാം, അല്ലെങ്കിൽ എക്സാമിന് മുന്നേയും ചെയ്യാം. ഞാൻ ഓൾറെഡി എക്സാമിന് മുന്നേ തന്നെ ഡേറ്റ ഫ്ലോ ചെയ്തായിരുന്നു. അത് അപ് ടു യു. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാം എഴുതി പാസ്സായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ ഫ്ലോ ചെയ്യാം. അപ്പോൾ ഡേറ്റ ഫ്ലോയ്ക്ക് ഫസ്റ്റ് എനിക്ക് ആയത് അറൗണ്ട് 30,000 ആണ്. 29-28 സംതിങ് എന്തോ കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ് അന്ന് എനിക്ക് 28 സംതിങ് 29 അടുത്ത് എന്തോ ആയി. അത് നമ്മളിപ്പോൾ ദുബായിൽ നിങ്ങൾക്ക് കാർഡോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നത്തെ പ്രൈസ് എനിക്ക് 26 സംതിങ്ങിൻ്റെ ഉള്ളൂ, അല്ലാതെ ദുബായുടെ അവിടെ സൈഡിൽ കാണിക്കുന്നത്. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ചെയ്യുമ്പം വിസയുടെ ഓരോ കാർഡിനനുസരിച്ച് അതിൻ്റെ ഈ ടാക്സ് കാര്യങ്ങൾ സംഭവങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 29-30 അടുത്താകുന്നത്. അപ്പോൾ ഡേറ്റ ഫ്ലോയ്ക്ക് അത്രയും ചാർജ് ആകും. അപ്പം ഡേറ്റ ഫ്ലോയ്ക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, ഡേറ്റ ഫ്ലോയ്ക്കകത്ത് എന്താ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പം ഡേറ്റ ഫ്ലോയ്ക്ക് മെയിൻലി നിങ്ങളുടെ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ എക്സ്പീരിയൻസിൻ്റെ അവിടെ അങ്ങോട്ട് അവർ വെരിഫിക്കേഷൻ പോകും. പിന്നെ ISRT, പിന്നെ പഠിച്ച യൂണിവേഴ്സിറ്റി, പിന്നെ ISRT ഗുഡ് സ്റ്റാൻഡിങ്ങിൻ്റെ വെരിഫിക്കേഷൻ പോകും. ഇങ്ങനെ 3-4 നിങ്ങളുടെ വെരിഫിക്കേഷൻസ് അവർ സെൻഡ് ചെയ്യും. അതിൻ്റെ ഒരു ഡേറ്റ് നിങ്ങൾക്ക് ഒരു ഡെഡ് ലൈൻ പറയും. അപ്പോൾ അവർ എനിക്കൊന്ന് ഡെഡ് ലൈൻ 15 ഡേയ്സ് 20 ഡേയ്സിനുള്ളിൽ ആയിരിക്കും ഡെഡ് ലൈൻ പറയുന്നത്. ആ ഒരു 2 ഡേയ്സ് മുന്നേ തന്നെ, ചിലപ്പം 2 ഡേയ്സ് മുന്നേ തന്നെ നിങ്ങൾക്ക് ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ് ആയി നിങ്ങൾക്കൊരു ഡേറ്റ ഫ്ലോ ഒരു PDF റിപ്പോർട്ട് കിട്ടും. റിപ്പോർട്ട് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് കാര്യങ്ങളിലേക്ക് എലിജിബിലിറ്റിക്കും കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഡേറ്റ ഫ്ലോ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് നെക്സ്റ്റ് ആയ എമൗണ്ടാണ് എക്സാം ഡേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ എക്സാമിൻ്റെ റേറ്റ് മാറിക്കൊണ്ടേയിരിക്കും. അത് ഡേറ്റ ഫ്ലോ ആണെങ്കിലും എലിജിബിലിറ്റി ആണെങ്കിലും എന്താണെങ്കിലും റേറ്റ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പം എക്സാമിന് എനിക്ക് ആയത് ഓൾമോസ്റ്റ് 30,000 അടുത്ത് തന്നെ എനിക്കും എക്സാമിനും റേറ്റ് ആയി. അപ്പം 30+30 ഓൾമോസ്റ്റ് 60,000 ആയി ഡേറ്റ ഫ്ലോ ആൻഡ് എക്സാം കൂടെ. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് കടമ്പയാണ് എലിജിബിലിറ്റിയും ഓൾമോസ്റ്റ് 6,000 സംതിങ് അറൗണ്ട് എലിജിബിലിറ്റിക്കും കോസ്റ്റ് ആകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഡേറ്റ ഫ്ലോയ്ക്ക് നിങ്ങൾക്ക് എടുക്കേണ്ട ഗുഡ് സ്റ്റാൻഡിങ് എന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഗുഡ് സ്റ്റാൻഡിങ് ISRTയുടെ സർട്ടിഫിക്കറ്റ് മതി. ഇതുമായിട്ട് എല്ലാവർക്കും ഡൗട്ടാണ്, ISRT പറ്റുമോ, ISRT സ്റ്റിൽ വാലിഡ് ആണോ, ISRT ഇപ്പം ചിലയിടത്ത് എല്ലാവരും ഒരു മിത്ത് തൊട്ട് നടക്കുന്നുണ്ട്, ISRT ഇപ്പം അവർ വാലിഡായിട്ട് എടുക്കുന്നില്ല, പാരാമെഡിക്കൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ വേണം. പക്ഷേ അത് ഇതുവരായിട്ട് അതും ഞാൻ ചെയ്തപ്പോഴും ISRTയുടെ രജിസ്ട്രേഷൻ വെച്ചാണ് ചെയ്തത്. ഇതുമായിട്ട് ഒരു കുഴപ്പമില്ലാതെ എൻ്റെ എലിജിബിലിറ്റി എനിക്ക് അപ്രൂവൽ ആയിട്ടുണ്ട്. അപ്പം സ്റ്റിൽ അപ്പോൾ ഞാൻ തിരക്കിയപ്പോഴും എനിക്ക് അറിഞ്ഞിരിക്കുന്നത് ISRT സ്റ്റിൽ വാലിഡ് ആണ്, ISRT കുഴപ്പമില്ലെന്നാണ് ഞാൻ
എൻ്റെ ഇൻഫർമേഷൻ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ. നെക്സ്റ്റ് അറിയേണ്ട ഒരു കാര്യമാണ് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണമെന്ന്. അപ്പം കൂടുതലും എനിക്ക് ക്വസ്റ്റ്യൻസ് വന്നത് സിനാരിയോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ കുറേ ഏതൊക്കെ ബുക്ക് ചൂസ് ചെയ്യണം. അപ്പം ഞാൻ നമ്മൾ കൂടുതൽ ആപ്പ് മാത്രം ആപ്ലിക്കേഷനകത്തുള്ള ക്ലാസ്സസും കാര്യങ്ങളും മാത്രം കൂടാതെ അവർ തരുന്ന കുറേ ബുക്സ് കാര്യങ്ങളുണ്ട്. ചില ബുക്കൊക്കെ നിങ്ങൾ റെഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതൊക്കെ ബുക്സ് ആണെന്ന കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സോ സീ യു ദെൻ അണ്ടിൽ ബൈ ബൈ.